ഇന്ന് രണ്ടുപേരും നേരത്തെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. ക്ലാസ്സിൽ പോണതിന് മുന്നേ ഫാദി അവനോട് ബൈ പറയുന്നതാണ് കാണുന്നത്. പക്ഷെ തിരിച്ച് കാണിക്കാനുള്ള മൂഡിലൊന്നും അല്ലായിരുന്നു ആളുന്നത്. ജൈനു ഭാവിയാണെങ്കിൽ എണീച്ചപ്പോൾ തന്നെ ഉമ്മച്ചിയുടെ തോളത്തിൽ കയറിയേക്കുന്നത്. അങ്ങനെ ആ സമയം കൊണ്ട് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. അപ്പോൾ ഇവിടെ ഒരാളിരുന്ന് അന്യായ കളി. ഞാൻ എത്ര വിളിച്ചിട്ട് അവനൊന്ന് നോക്കണ പോലെ ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടുപേർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഉമ്മച്ചി രണ്ടുപേരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ആ സമയം കൊണ്ട് ഞാൻ യൂട്യൂബിലെ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തു. നമ്മുടെ ചാനലിന് കുറച്ച് ദിവസമായിട്ട് വ്യൂസ് ഭയങ്കര കുറവാണ്. ഷോർട്സ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഏകദേശം 1K ഒക്കെ കിട്ടുന്ന സ്ഥാനത്ത് ഇപ്പോൾ 100ന് താഴെ വരാറുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഈ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. പിന്നെ കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം എടുത്താലും അപ്ലോഡായി കഴിയൂല. അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ചിലത് ഇട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ ചില മിസ്റ്റേക്ക് വന്ന് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ ഫ്രീസ് ആവും. പിന്നെ ഒരു പ്രാവശ്യം കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടായി. ഈ രണ്ട് കാരണം കൊണ്ട് നമ്മുടെ ചാനലിന് ഇപ്പോൾ വ്യൂസ് ഒരുപാട് കുറഞ്ഞേക്കാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് കുറച്ചും കൂടി ആവശ്യമാണ്. എന്നാലാണ് ഈ ചാനൽ വീണ്ടും വ്യൂസ് കയറി വരുള്ളൂ. പിന്നെ വ്യൂസ് മാത്രമല്ല, കമൻറ്റിനും ലൈക്കിനും വലിയ പ്രാധാന്യമൊന്നും ഇല്ലയെന്ന് ആരും വിചാരിക്കരുത്. ലൈക്കും കമൻറ്റൊക്കെ അനുസരിച്ച് നമ്മുടെ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് എത്തിക്കുള്ളൂ. നിങ്ങളെല്ലാവരും വീഡിയോക്ക് കമൻറ്റ് ഇടുക, എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇടുക. കമൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരു വീഡിയോക്ക് അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ഇടണം കേട്ടോ. എൻ്റെ കയ്യിലൊരു വലിയ ക്യാൻവാസ് ഉണ്ടായിരുന്നു. ഞാൻ കുറേ നാളായിട്ട് അതിലൊരു വർക്ക് ചെയ്യാൻ വിചാരിക്കുന്നു. എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കുറേ നാളായിട്ട് വിചാരിച്ചെങ്കിലും ഇപ്പോഴാണ് അത് കട്ടപ്പുറത്തുനിന്ന് പുറത്തേക്ക് എടുത്തത്. ഇതിൽ ഒരു പ്രാവശ്യം ഞാനൊരു വർക്ക് ചെയ്തതായിരുന്നു. നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ആദ്യത്തെ കുറിച്ച് ഗോൾഡൻ വർക്കിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബേബീസിന് ഈ ടോയ്സിനോടുള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് ആ ബോക്സിനോടാണ്. കുറച്ച് മുന്നേ വരെ രണ്ടുപേരും അതിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കലായിരുന്നു. ഇങ്ങനെ ഫാദിയാക്ക് തോന്നിയൊരു ഐഡിയ ആണ് ടോയ്സൊക്കെ ഇങ്ങനെ ഒരു വള്ളി കെട്ടി തൂക്കാന്ന്. എല്ലാ ടോയ്സും കിട്ടിയിട്ടില്ല, അത്യാവശ്യം കുറച്ചൊക്കെ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു ബോളും കെട്ടി തൂക്കിയിട്ടുണ്ട്. അത് അവർ കാലും കൊണ്ട് തട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കെട്ടി തൂക്കിയിട്ടത്. ആദ്യം കണ്ടിട്ട് വലിയ മൈൻഡൊന്നും ഇല്ലെങ്കിലും പിന്നെ ഞങ്ങൾ കാലും കൊണ്ട് തട്ടി അവന് ഇഷ്ടപ്പെട്ടു. അതിലേക്കൊക്കെ രണ്ടുപേരും കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ജൈനുമാവക്ക് വാപ്പിനെ കണ്ടതിൻ്റെ സന്തോഷമാണിത്. സിതാനും അത്ര നല്ല മൂഡിലൊന്നും അല്ലാത്തതുകൊണ്ട് വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉറങ്ങാറായപ്പോഴത്തേക്കും ആൾ ഉഷാറായിട്ടുണ്ടായി. അപ്പോൾ വീഡിയോ കാണാൻ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ഇടട്ടെ. പിന്നെ ഒരു കമൻറ്റ് ഇടാനും മറക്കണ്ട.